എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3 അനുഭവം 3 പാരഗ്രാഫില് വളരെ കുറച്ച് വാക്കുകളിൽ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ചേച്ചി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനോടുള്ള സ്നേഹം അത് തന്നെയാണ് ഈ വാക്കുകളിൽ ഞാന് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളായാലും അത് നമുക്ക് കേൾക്കാനൊരു സുഖമല്ലേ എപ്പോഴും കണ്ണൻ്റെ കാര്യങ്ങളാവുമ്പോൾ. അപ്പം ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. വളരെ കുറച്ചേ ഉള്ളൂ. സുഖമായിട്ട് കേൾക്കാം. ഒരു ദിവസം ബന്ധുവീട്ടിലെ പറമ്പിലൂടെ നടക്കുമ്പോൾ ഒരു മയിൽപീലി ഒന്ന് മാത്രം തരുവോ കണ്ണാ എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചിട്ടോ. അവിടെ മയിലുകൾ ധാരാളം വരാറുണ്ട്. കിട്ടിയില്ല. പരിഭവമായി. പക്ഷെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു തൊടിയിലൂടെ നടക്കുമ്പോൾ അവിടെ ധാരാളം നല്ല മയിൽപീലികൾ പെറുക്കി പെറുക്കി കൈ നിറയായി. അപ്പോൾ പിന്നിൽ വരമ്പിൽ നിന്നൊരു ചോദ്യം, ഇനിയും വേണോ എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ഉണ്ണിക്കണ്ണൻ. സ്വപ്നത്തിൽ കണ്ണൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ അല്ലേ. അതിൻ്റെ കൂടെ തന്നെ വേറൊരു അനുഭവം എഴുതി തന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു സിനിമ കാണാൻ പോയിട്ടോ. നല്ല തിരക്കായിരുന്നു. ഏറ്റവും മുന്നിലെ സീറ്റ് കിട്ടിയുള്ളൂ. അവിടെ ഇരുന്ന് കാണാൻ നല്ല ബുദ്ധിമുട്ട്. കണ്ണാ, 2 സീറ്റ് ബാക്കിൽ തരണേ എന്ന് പറഞ്ഞു ട്ടോ. ഞങ്ങൾ 2 പേരാണ്. പരസ്യം തുടങ്ങി. പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ബാക്കിൽ കൃത്യം 2 സീറ്റുണ്ട്, പോരൂന്ന്. രണ്ടാമത്തെ അനുഭവം കഴിഞ്ഞു. മൂന്നാമത്തെ അനുഭവം എന്താണ്? വെക്കേഷന് തേക്കടിയിലേക്ക് ടൂറ് പോയിട്ടോ. പെട്ടെന്നായതുകൊണ്ട് റൂമൊന്നും നല്ലത് കിട്ടാനില്ല. നല്ല വാടകയും. കുട്ടികളെ നെറ്റിൽ തിരയലോട് തിരയല്. ഞാൻ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് തിരയാൻ കൂടി. പെട്ടെന്ന് റൂമും നല്ല ഹോട്ടലും കിട്ടി. അമ്മ എങ്ങനെയാ അത് കണ്ടത്? ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ലല്ലോ എന്ന് കുട്ടികൾ. ഭഗവാന്റെ കാരുണ്യം മാത്രമെന്ന് ഞാൻ മെല്ലെ പറഞ്ഞു ട്ടോ. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞില്ലേ 3 അനുഭവങ്ങൾ. 3 അനുഭവത്തിലെ അവസാനത്തെ അനുഭവം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട്. എന്ന് വെച്ചാൽ അമ്മമാർ നിഷ്കളങ്കമായിട്ട് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ണും കേൾക്കും. അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് പേഴ്സണലായിട്ടുണ്ട്. അത് ചെറുപ്പത്തിലുള്ളതാണ്. അത് എനിക്കെപ്പോഴും ഓർമ്മയിൽ നിൽക്കാവുന്നതാണ്. അതൊരു ചിത്രം വരച്ചതുമാതിരി എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ എപ്പോഴും കാണും. അത് അമ്മയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അത് പിന്നെ ഒരു ദിവസം ഞാൻ പറയാം. എൻ്റെ അനുഭവങ്ങൾ പറയാന്നുള്ളതല്ലല്ലോ. നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ അയച്ചു തന്നതല്ലേ. അപ്പോൾ വേറെ എന്തൊക്കെയാ വിശേഷം? എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. വേറെ ഒന്നുമില്ല പറയാൻ. ജോയിൻ ബട്ടണിലൂടെ വരിക. കുറേ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിൽ. ഹരേ കൃഷ്ണ.